ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുവിനനുസരിക്കുന്നതും ഗുരുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നതും കുറച്ചിലായി കാണുന്ന പലരുമുണ്ട്. എന്നാൽ ലോകജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തലകുനിക്കുകയും ചെയ്യുന്നുണ്ട്. അഹങ്കാരം തന്നെ അടിയറ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് നേടണമെങ്കിൽ അവർ കൂടുതൽ തല ഉരിച്ചേ പറ്റുള്ളൂ. മറിച്ച് ഗുരുവിനനുസരിക്കുന്നതോടെ അമൂല്യമായ ആത്മലാഭമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരുന്നത്. വാസ്തവ മനുഷ്യൻ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം. തുടർന്ന് എൻ്റേതെന്നും എനിക്ക് വേണമെന്നുള്ള ഭാവം ഉദിക്കുന്നു. മനസ്സിന് 100,000 കലബലകൾക്ക് കാരണം ഈ 3 ഭാവങ്ങളാണ്. ഇത് പറയുമ്പം ഒരു കഥ ഓർക്കുകയാണ്. കേശവൻ്റെ വീട്ടിനടുത്ത് ഒരു കുളമുണ്ടായിരുന്നു. മഴക്കാലത്ത് കുളത്തിൽ നിന്നും തവളകളുടെ സഹിക്കാൻ വയ്യാത്ത കരച്ചിലുകൾ കേൾക്കാം. അപ്പോൾ ആ കുളത്തിൽ 100 കണക്കിന് തവളകളുണ്ടെന്ന് കേശവന് തോന്നി. ഇനി തവളയുടെ കരച്ചിൽ സഹിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. തവളക്കാല് വിദേശത്തേക്ക് അയക്കുന്ന കമ്പനി ഇദ്ദേഹം വിളിച്ചു. നിങ്ങൾക്ക് ദിവസവും 100 കണക്കിന് തവളകൾ അയച്ചു തരാൻ തയ്യാറാണ്. കമ്പനിക്ക് സന്തോഷമായി. എങ്കിൽ വേഗം നടക്കട്ടെ എന്ന് കമ്പനി പറഞ്ഞു. അങ്ങനെ അയക്കാൻ വേണ്ടി ഈ കേശവൻ തവളകളെ പിടിക്കാനായിട്ട് കുളത്തിലിറങ്ങി. ആ കുളത്തിനകം മൊത്തം തപ്പിയിട്ടും കിട്ടിയത് ആകെ 3 തവളകളെയാണ്. ഈ 3 തവളകളാണ് ഇത്ര വലിയ ശബ്ദമുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ കേശവൻ അമ്പരന്ന് പോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഞാൻ, എൻ്റേത്, എനിക്ക് വേണം. ഈ 3 തവളകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കുന്നത്. ഈ 3 അവസരവും നമ്മുടെ അജ്ഞതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും പൂർണ്ണരാണ്. അത് മറന്ന് പലതിനു വേണ്ടി ആഗ്രഹിക്കുകയും പാടുപെടുകയും ചെയ്യുന്നു. ദുഃഖ കാരണമായ ഈ അജ്ഞതയിൽ നിന്ന് ഉണർത്തി നമ്മളെ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്താനാണ് ഗുരു ശ്രമിക്കുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഷൂസ് തൊട്ട്, വസ്ത്രമിടുന്നത് തൊട്ട്, ബട്ടൺസ് തൊട്ട് ഓരോ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇനി ഏറ്റവും മൂത്രം ഒഴിക്കാനും അപ്പിയിടാനും തൊട്ട് ഓരോന്നും. കാരണം കൊച്ചിനോട് മൂത്രം ഒഴിക്കുക കുഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോന്നും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ ഒരു മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് പണ്ട്. ഇപ്പോൾ അതിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ പറഞ്ഞത് അനുസരിച്ചാണ് അത് പോകുന്നത്. ഈ സോഫ്റ്റ്വെയർ പോലെയും മാപ്പ് പോലെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇത് പറയുമ്പം ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ നാരദൻ ബ്രഹ്മലോകത്ത് ചെന്നു. അപ്പോൾ അവിടെ ബ്രഹ്മസഭ നടക്കുകയായിരുന്നു. ബ്രഹ്മസഭയിലേക്ക് നാരദൻ പ്രവേശിച്ചു. പക്ഷെ അവിടെ ഉള്ളവരാരും തന്നെ നാരദനെ ശ്രദ്ധിച്ചില്ല, സ്വീകരിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നോക്കി പോകുമ്പം നാരദന് ഏറ്റവും പുറകിലാണ് ഇരിക്കാനുള്ള ഇരിപ്പിടം നൽകിയത്. ഈ അനാദരവ് കണ്ട് നാരദന് വിഷമം തോന്നി. സഭ തീർന്നപ്പോൾ നാരദൻ ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ നാരദ, താങ്കൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ രൂപം ദർശിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഒരു ഗുരുവിൽ നിന്ന് ശിക്ഷണമോ ദീക്ഷയോ അങ്ങക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുറവ് താങ്കൾക്കുണ്ട്. അപ്പോൾ നാരദൻ തിരിച്ച് ചോദിച്ചു ബ്രഹ്മാവിനോട്, എനിക്ക് ഗുരുവിനെ എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന്. ആളെ വെളുപ്പിന് ഉണരുമ്പോൾ താങ്കൾ ആരെ ആദ്യമാണ് കാണുന്നത്, അയാൾ തന്നെയായിരിക്കും താങ്കളുടെ ഗുരു. പിറ്റേ ദിവസം നാരദൻ തൻ്റെ പർണശാലയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഒരു വേടൻ വല വിരിച്ച് പക്ഷികളെ പിടിക്കുന്നതാണ് കണ്ടത്. നാരദൻ വിചാരിച്ച്, ഈ പ്രാകൃതരാണോ എൻ്റെ ഗുരു എന്ന് നാരദൻ ചിന്തിക്കുകയാണ്.
ഇതെങ്ങനെ ശരിയാവും? എങ്കിലും ബ്രഹ്മാവ് പറഞ്ഞതല്ലേ. നാരദൻ അവിടെ അടുത്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങൻ്റെ ഗുരുവാണം, അങ്ങ് എനിക്ക് ദീക്ഷ നൽകണം. അപ്പം വേടൻ പറഞ്ഞു, ഞാനൊരു അക്ഷരാഭ്യാസമില്ലാത്ത ആളാണ്, അതുമാത്രമല്ല ഞാൻ താണ ജാതിയിൽപ്പെട്ട ആളാണ്, അങ്ങനെയുള്ള ഞാൻ അങ്ങക്ക് എങ്ങനെ ദീക്ഷ നൽകും എന്ന് വേടൻ തിരിച്ച് നാരദനോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരദൻ തിരിച്ചു പറഞ്ഞു, ഇത് ബ്രഹ്മാവിൻ്റെ കൽപ്പനയാണ്, അതുകൊണ്ട് അങ്ങ് എനിക്ക് ദീക്ഷ തന്നേ മതിയാകും. അപ്പോൾ വേടൻ തിരിച്ചു പറഞ്ഞു, നാരായണ നാരായണ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നാരദൻ അത് തന്നെ മന്ത്രമായി സ്വീകരിച്ച്, നാരായണ നാരായണ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നാരായണ നാരായണ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നിങ്ങനെ ജപിക്കാൻ തുടങ്ങി. നാരദൻ നിർത്താതെ അങ്ങനെ ജപിച്ച് 2 ദിവസം കഴിഞ്ഞ് ബ്രഹ്മലോകത്ത് ചെന്നു. അങ്ങനെ ബ്രഹ്മസഭയിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടവിടെ നാരദനെ കണ്ടുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ്. സഭയിൽ നിന്ന് ആളുകളെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു വളരെ ബഹുമാനത്തോടുകൂടി, അല്ലയോ മുനി, അങ്ങയുടെ ശാന്തമായ മുഖം കാണുമ്പോൾ തന്നെ അങ്ങ് ഗുരുലാഭത്താൽ സമ്പന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആരാണ് അങ്ങയുടെ ശ്രേഷ്ഠനായ ഗുരു? അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. നാരദൻ വേടനെടുത്തിയെന്ന് പറഞ്ഞ് വേടനോട് പറഞ്ഞ് അങ്ങ് ബ്രഹ്മസഭയിലേക്ക് വരണമെന്ന് വിളിച്ചു വേടനെ. അപ്പോൾ വേടൻ തിരിച്ച് മറുപടി പറഞ്ഞ്, എനിക്ക് ബ്രഹ്മസഭയ്ക്ക് വരാനുള്ള കഴിവൊന്നുമില്ല, പോരാൻ എൻ്റെ കാലിന് പരുക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് നടക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, അങ്ങയുടെ കാലിന് നടക്കാൻ കഴിയില്ല, അങ്ങനെ ഞാൻ തോളിലെട്ടി ചുമന്നുകൊണ്ട് പോകാമെന്ന് നാരദൻ വേടനോട് പറയുകയാണ്. അങ്ങനെ നാരദൻ വേടനെ ബ്രഹ്മസഭയിലേക്ക് ചുമന്നുകൊണ്ടുപോയി. ബ്രഹ്മസഭയിലെത്തിയപ്പോൾ വേടൻ യഥാർത്ഥ സ്വരൂപം കാണിച്ചു. അത് സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, ഗുരുവിന് തുല്യം മറ്റാരുമില്ല, ഗുരു ചെയ്യുന്നത് ചെയ്യാൻ ഗുരുവിനേ കഴിയൂ, ഗുരു ഈശ്വരൻ തന്നെ എന്ന സത്യവും ആധ്യാത്മികതയിൽ ഗുരുവിൻ്റെ സ്ഥാനം അമൂല്യമാണെന്ന് ഈ കഥയിൽ നമുക്ക് കാണാം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Once we mentally detach and distance ourselves from false claims, fearlessness automatically arises. We can use the negative energy of anger, hatred, grief, confusion, etc., either to pay the distraction of our life or to uplift us to higher levels of consciousness. Most of us believe that life is a struggle. So from birth until death, every moment we are struggling to live life. And we also advise our children and others. Yes, life is a struggle. We can help it. So the entire world is filled with strugglers. We have become natural strugglers to fulfill our limitless desires rather than natural seekers to realize our limitless being. Thus, we lose the full potential of this rare blessing known as human birth. Some people's primary focus is on material success. They believe the money and power that follow success will enhance their level of happiness. But the universe has a different outcome. When our priority is material success alone, the universe will invariably lead us to anxiety, frustration, and lack of peace and contentment. So we can say nothing fails like success. This is bound to happen to all success mongers if they are not aligned. If they are not aligned with dharma, the law of the universe, the law of the universe. This is Kali Yuga. Overly inflated ego is the hallmark of today's world. And that which is measurable or quantified is what matters. So this age can very well be called the age of quantifications. All that we claim as ours, such as money, power, house, property, etc., must be measurable. That's where one's dignity lies. This absolute focus on matter, materials you own, is known as the ego. This faith in solid matter alone is bound to overburden you and slow you down. Nevertheless, there is a way to gain unlimited speed, unlimited capacity, dexterity. What is that? Surrender to God and be fearless. God is both love and light. When you fall in love with God, you will also feel feathery. In that state of self-surrender, absolute surrender, matter doesn't matter anymore. And you attain the same speed as light, because God is light. Treading the path of adharma, we now realize accumulation of wealth is not the answer. That's why most societies are placing a higher demand on peacefulness, calmness, and tranquility. It's like the theory in economics. We have created a demand for mental peace of mind. And our only avenue to find it is to surrender and be fearless. I heard a story about two farmers, illiterate and brash, who were constantly arguing as each one wanted water from a common canal to flow only through his
farmland. They both were adamant and were not willing for any compromise talks to settle the issue. Eventually, they lodged petitions against each other and the magistrate duly summoned them. The magistrate was a nice person. So, understanding the uncouth nature of the farmers, he sympathetically told them, "So friends, you have a problem with sharing water from the canal, right? And you have come here hoping that I could help you settle the dispute. Now you have to listen to me and adhere to whatever I suggest, okay?" Hearing this, one of the farmers stood up and said, "Your Honor, yes, indeed. Whatever you say is acceptable to me. However, water should flow only through my farmland. So be kind enough to pass the judgment in my favor." The magistrate laughed aloud and said, "In that case, what is the point of you coming here, since you have already passed the judgment?" Similar is our approach to God. We pray, "O Lord of the universe, you are everything." Nevertheless, the mind will say, "Yes, God, you are everything, but you cannot consider me as nothing. I am also something." This is our attitude. I'm not just trash. This may sound like a funny story. However, isn't it true that we are always playing mind games with God? When we pray, "O Lord, I offer my life and everything to you," listen carefully. We will hear the ego whispering, "Not everything, just a few things." We have heard Amma say, we live in a calculative world and have a calculative mind, and in such a world, the ego dominates. Everything else other than the ego is God's creation. Suppose you are speaking to a group of people, you have a big whiteboard hung on the wall. There is nothing on it other than a small black dot in the center. Now you ask the group a simple question, a very simple question. What do you see here? What do you think will be the answer? The entire group unanimously respond, "We see a black spot." This is the state of humanity. We only see the dots. When all our focus is turned towards the dots, we invariably miss the background, the canvas on which they exist. We are so captivated by the dots, the objects of the world, drunk with ego, our insatiable desires turned into greed. We thoughtlessly compete to own the dots, forgetting the canvas, the reality that God, with the indomitable supremacy, can easily replace or even entirely wipe out the dots at any time. Always remember that our obligation towards God is not exclusive, but all inclusive.